ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. ഇന്ന് നമുക്ക് മൈഗ്രെയിനെ കുറിച്ച് സംസാരിക്കാം. അതായത് മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന, പൊതുവെ എല്ലാവരും കണ്ടുവരുന്ന, ചെറുപ്പം മുതലുള്ള കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന. തലവേദന പലതരത്തിലുള്ള തലവേദനകളുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുണ്ട്. ചിലർക്ക് പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ കൂടുതൽ നേരം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ ലൈറ്റ് അടിക്കാണ്ടിട്ട്, ചിലർക്ക് ഭയങ്കര സൗണ്ട് കേട്ട കാരണം ചില ആൾക്കാർക്ക് എന്ത് വരാറുണ്ട്, തലവേദന വരാറുണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലവേദന വരാറുണ്ട്. അപ്പം നമുക്ക് തലവേദന എങ്ങനെ നമുക്ക് കുറയ്ക്കാം, അതിനു വേണ്ടി നമുക്ക് പല കാര്യങ്ങൾ നോക്കാം. അതിൽ ഏതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായി വെള്ളം കുടിക്കുക. നമുക്ക് തലവേദന ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു മൈഗ്രെയിൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ നമ്മൾ വാട്ടർ കണ്ടന്റ് കൂടുതൽ വേണം. അപ്പം നമ്മൾ ദിവസവും ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നമ്മൾ ദിവസവും കുടിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ആയി നിർത്താനും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് പ്രോഡക്റ്റുകൾ അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാനും അത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ടും യങ്ങായി നിർത്താനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ തലവേദന ഉള്ള ആൾ മാത്രമല്ല, നോർമൽ ആൾക്കാരും അവരുടെ വെയിറ്റിനനുസരിച്ച് 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ എന്നുള്ള തോതിൽ ദിവസം വെള്ളം കുടിക്കുക. അതായത് ദിവസം ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നമ്മൾ ദിവസവും കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്ലീപ്പ്. അതായത് രാത്രിയാണ് നമ്മളെല്ലാവരും ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈം. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഫോൺ ഓൺ ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ചെയ്യും. നമുക്ക് വന്നിട്ടുള്ള എല്ലാ കമൻസുകളും, നമ്മൾക്ക് ചാറ്റ് ചെയ്യാനുള്ളതും, അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്ത് നമ്മൾ മെസ്സേജ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു സമയത്താണ്. ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതും ഒക്കെ കൂടുതൽ ഈ ഒരു സമയത്താണ്. അപ്പം നമ്മൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് കണ്ണിലോട്ടടിക്കുകയും നമുക്ക് ഉറക്കം ഡിലേ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിൻ്റെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുകൊണ്ട് നമ്മളുടെ ഉറക്കം വളരെയധികം അത്യാവശ്യമാണ്. അതായത് ദിവസവും 7 മുതൽ 8 മണിക്കൂർ നമ്മൾ നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം. അതായത് ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നമ്മൾ എല്ലാ അതായത് ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന എല്ലാ ഗാഡ്ജറ്റ്സുകളും, അതായത് ഈവൻ TV ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ആവാം, എല്ലാ തരത്തിലുള്ള ഗാഡ്ജറ്റ്സുകളും നമ്മൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അതായത് 7 to 8 hours നമ്മൾ കമ്പൽസറി ഉറങ്ങിയിരിക്കണം. പിന്നെ മൂന്നാമത്തത് എന്ന് പറയുന്നത്, ഇപ്പോൾ തലവേദന വരുന്ന ഒരാളാണ്, ഡെയിലി അവർക്ക് അറിയാം, അതായത് അതിൻ്റെ സിംറ്റംസ് പെട്ടെന്ന് നമുക്ക് എപ്പോഴും മൈഗ്രെയിൻ ഉള്ള ഒരാൾക്ക് അറിയാം, എനിക്ക് വന്ന് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മെഡിസിൻ കഴിക്കേണ്ടതാണ്. അതായത് വൈകിക്കരുത്, നല്ലോണം ആവട്ടെ എന്നിട്ട് ഗുളിക കഴിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ ഒരു ഗുളിക കഴിക്കുന്നതാണ് വളരെ നല്ലത്. ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ നമുക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ വലിയ ഡോസുള്ള മരുന്നുകളൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മൈൽഡായിട്ട് തുടങ്ങുമ്പോൾ തന്നെ സാധാ നമ്മളുടെ പാരസെറ്റമോൾ ഒരു 500 mg നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും കൂടി പോയിട്ട് നമുക്ക് ഭയങ്കര സിവിയർ ആയിട്ട് വരും. അത് പിന്നീട് നമുക്കൊരു 500 mg പാരസെറ്റമോളിലൊന്നും അത് ഒതുങ്ങാതെ വരികയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് അടുത്ത നമ്മളുടെ ഒരു മൈഗ്രെയിൻ വന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ തടയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്കത് പറ്റാതെ വരുന്ന ഒന്നുകൂടിയാണ് എക്സസൈസ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഭാഗമായി തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡേയിൽ എന്തോന്ന് മിസ്സായ പോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ ഡെയിലി ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ വർക്കൗട്ടിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുക. അത് നമ്മളെ ശരീരത്തെ ഭയങ്കര എനർജറ്റിക്കായി നിർത്താനും ആക്റ്റീവായി നിർത്താനും നമുക്ക് മൈഗ്രെയിനെ അത് തടയാനും ഇത് വളരെയധികം സഹായിക്കും. അതായത് നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും ഈ എക്സസൈസ് വഴി നമുക്കത് സാധിക്കുന്നു എന്നുള്ളതാണ്.
ഇനി നമുക്ക് മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദനയ്ക്ക് പ്രധാനമായിട്ടും ട്രിഗേഴ്സ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർക്കാണിത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോഫി അല്ലെങ്കിൽ ടീ. ഡെയിലി നമ്മൾ കോഫി ടീ കഴിക്കുന്ന ഒരാൾക്കാണ് പെട്ടെന്ന് നമ്മൾ ആ ഒരു കോഫി അല്ലെങ്കിൽ ടീ ആ ഒരു സമയത്ത് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ടുള്ള തലവേദന, ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ആ ഒരു ശീലം നമ്മളെ ലൈഫിലോട്ട് കൊണ്ടുവരാതിരിക്കുക. അതായത് ഡെയിലി സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിക്കണം. ഈവൻ സ്ട്രോങ് കുറഞ്ഞാൽ പോലും ചില ആൾക്കാർക്ക് തലവേദന വരാറുണ്ട്, ഛർദ്ദിക്കാൻ ഉള്ളൊരു ഫീല് വരും. അപ്പം ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ശീലങ്ങൾ, ചായ കുടിക്കുന്നതാണെങ്കിലും നമ്മൾ കോഫി കുടിക്കുന്ന ശീലമാണെങ്കിലും നമ്മൾ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് മൈഗ്രെയിൻ്റെ അളവ് നമുക്ക് ആ ഭയങ്കര സിവിയർ ആയിട്ടുള്ളത് കുറഞ്ഞ് 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 പതുക്കെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, നമ്മൾ ചായ കുടിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചായയും കോഫിയും ചില ആൾക്കാർക്ക് അത് ട്രിഗർ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ സിട്രസ് ഫ്രൂട്ടുകൾ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തലവേദന ഉണ്ടാവാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും തലവേദന ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ്. നമ്മളെല്ലാവരും സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അതായത് ജോലിയിലാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള ഫാമിലി റിലേഷൻഷിപ്പിലൂടെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവർ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഞാൻ പറഞ്ഞ നേരത്തെ കോഫിയൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഫീല് വരാറുണ്ട്. അതായത് പ്രധാനമായിട്ടും ഈ ഭയങ്കരമായിട്ട് സിവിയർ മൈഗ്രെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ട്രെസ്സ് ഞാൻ പറഞ്ഞു, സ്ട്രെസ്സും അതുപോലെ തന്നെ സ്ക്രീൻ ടൈം, അതായത് ലാപ്ടോപ്പിലായാലും ഫോണിലായാലും നമ്മൾ കൂടുതൽ നേരം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് തലവേദന വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്ക് ചില പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഉണ്ടാവാറില്ല, എനിക്കുണ്ടാകും അങ്ങനെ. ചില പെർഫ്യൂമിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് തലവേദനയും അതുപോലെ തന്നെ ഒരു ഛർദ്ദിക്കാൻ വരുന്ന ഒരു ഫീല് വരും. അത് ചിലപ്പോൾ കാറിലടിക്കുന്ന പെർഫ്യൂം ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ബോഡിയിൽ അടിച്ചതാണെങ്കിൽ നമുക്ക് ചില പെർഫ്യൂമിൻ്റെ സ്മെല്ല് നമുക്ക് പറ്റാതെ വരും. അപ്പം അത്തരത്തിലുള്ള സ്മെല്ല് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുക. എപ്പോഴും ലൈറ്റ് പെർഫ്യൂംസ് നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് എന്താണ് ഇത് ഒഴിവാക്കാൻ, അതായത് മൈഗ്രെയിൻ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുക. ഒമേഗ 3 അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് മൈഗ്രെയിൻ ഒഴിവാക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഞാൻ പറയാൻ മറന്ന മറ്റൊരു കാര്യമാണ് ഐ പവർ. അതായത് നമ്മൾ പല ആൾക്കാർക്കും കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് കാണിക്കുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദനയാണ്. നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ എടുത്ത്, അതായത് അവർ അറിയുന്നില്ല അവർക്ക് കാഴ്ചയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെന്തെങ്കിലും കൂടുതലായിട്ട് സ്ട്രെയിൻ എടുത്തിട്ട് നമ്മൾ കണ്ണുകൊണ്ട് വായിക്കാനും അല്ലെങ്കിൽ നമ്മൾ നോക്കാനും ശ്രമിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ തലവേദനയാണ്. അപ്പോൾ ഫസ്റ്റ് തലവേദന നമുക്ക് പല രീതിയിൽ നമുക്ക് കാണിക്കും, പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏതാന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം മാറ്റിയെടുക്കാവുന്നതാണ്. പല ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് നമുക്ക് ഉണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ട്രിഗർ ഫാക്ടേഴ്സ്, അതായത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടാണ് തലവേദന ഉണ്ടാവുക. അപ്പോൾ ആ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി അത് മാക്സിമം അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് തലവേദന ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫിസിഷ്യനെ കാണിച്ച് അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറയും മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വൺസ് അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും മാറില്ല, ലൈഫ് ലോങ് അത് നമുക്ക് ഉണ്ടാകുന്നു. പക്ഷെ ഒരിക്കലും അല്ല. നമ്മൾ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി നമ്മളത് ട്രീറ്റ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് അതിൽ നിന്നും മോക്ഷം കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ അങ്ങനത്തെ അസുഖമുള്ള ആൾക്കാർ ഒരിക്കലും അത് വെച്ചുകൊണ്ട് നടക്കരുത്. നമ്മളത് ഡോക്ടറെ കാണിച്ച് അതിൻ്റേതായിട്ടുള്ള മരുന്നും കാര്യങ്ങളും നമ്മൾ തീർച്ചയായും എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.